ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സാന്റാ ക്ലോസ്, സമ്മാനങ്ങൾ, മഞ്ഞ് എന്നിങ്ങനെയുള്ള ഒരു കൂട്ടം നല്ല നല്ല ഓർമ്മകളാണ്. ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി വരുന്ന സാന്റാ ക്ലോസ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഫുൾ സ്റ്റോറി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ സാന്റയ്ക്ക് പുറകിൽ ഒരു ഭയാനകമായ കഥ കൂടി പഴമക്കാർ പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്മസ് തലേന്ന് രാത്രി കുട്ടികളെ കാണുവാൻ വരുന്നത് സാന്റ മാത്രമല്ല. സാന്റയ്ക്ക് പുറകിലെ ഡാർക്ക് സൈഡ് എന്തായിരിക്കും? സാന്റയ്ക്ക് പുറകെ അനുഗമിക്കുന്ന ആ ഇരുണ്ട നിഴൽ ആരുടേതാണെന്ന് അറിയണ്ടേ? അവനാണ് സാത്താൻ സാന്റ, ഡെവിൾ സാന്റ എന്നെല്ലാം അറിയപ്പെടുന്ന ക്രാംപസ്. ആരാണ് ക്രാംപസ്? ആടിൻ്റെ തലയും ചെകുത്താൻ്റെ രൂപവുമാണ് ക്രാംപസിൻ്റേത്. വലിയ കൊമ്പുകളും ചുവന്ന കണ്ണുകളും നീണ്ട നാവും കറുത്ത മുടിയുമുള്ള ഒരു ഭീകര രൂപം. വളരെ പണ്ടുകാലത്ത് യൂറോപ്പിൽ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു സ്റ്റോറിയാണ് ക്രാംപസിൻ്റേത്. ക്രിസ്മസിൻ്റെ തലേന്ന് സാന്റ നല്ല കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമ്പോൾ ക്രാംപസ് മോശം സ്വഭാവമുള്ള കുട്ടികളെ കണ്ടെത്തി ശിക്ഷിക്കുമായിരുന്നു അത്രേ. ക്രാംപസിൻ്റെ ഉത്ഭവം. പുരാതന പൗരാണിക കഥകൾ പ്രകാരം ക്രാംപസ് ശീതകാലത്തെ നിയന്ത്രിച്ചിരുന്ന ഹോണ്ട് ഗോഡ് ഓഫ് വിന്റർ എന്ന ദൈവത്തിൻ്റെ മകനാണ് എന്നും, അതുപോലെ നോർസ് മിത്തോളജി പ്രകാരം ക്രാംപസ് നരകത്തിൻ്റെ ദേവതയായ ഹെല്ലിൻ്റെ മകനാണ് എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ക്രിസ്തുമതം യൂറോപ്പിൽ വ്യാപിച്ചതോടെ ക്രാംപസ് ക്രിസ്തുമതവുമായി ബന്ധിക്കപ്പെട്ടു. കത്തോലിക്ക സഭ ഈ വിശ്വാസം നിരോധിക്കാൻ ശ്രമിച്ചിട്ടും ക്രാംപസ് ജനപ്രിയമായി തുടരുകയാണുണ്ടായത്. ഡിസംബർ 6 സാന്റയുടെ ദിനമാണെങ്കിൽ ഡിസംബർ 5 ക്രാംപസിൻ്റെ ദിനം. ആ ദിവസം ക്രാംപസ് നൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ദിവസം രാത്രി ക്രാംപസ് കുട്ടികളെ ഭയപ്പെടുത്തുവാനായി വീഥികളിലൂടെ നടക്കുന്നുവെന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. അന്നെല്ലാം ക്രാംപസിൽ നിന്നും രക്ഷപ്പെടുവാനായി വീട്ടിലുള്ളവർ തിരികൊളുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഓസ്ട്രിയ, ജർമ്മനി മുതലായ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് ക്രാംപസ് റൺ എന്ന വലിയ ആഘോഷം തന്നെ നടക്കുന്നു. ആളുകൾ ക്രാംപസിനെ പോലെ വസ്ത്രങ്ങൾ ധരിച്ച് കൈകളിൽ ഇരുമ്പ് ചങ്ങലയും പിടിച്ച് തെരുവുകളിലൂടെ മുതിർന്നവരെയും കുട്ടികളെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഒച്ചകളെല്ലാം ഉണ്ടാക്കി ഓടി നടക്കുന്നു. എന്നാൽ ഒരുപക്ഷെ പണ്ടുകാലത്തെ കുട്ടികളെ ശരിയായ രീതിയിൽ നിർത്തുവാനും അനുസരണ പഠിപ്പിക്കുവാനുമായി മാതാപിതാക്കൾ പറഞ്ഞിരുന്ന ഒരു മുന്നറിയിപ്പ് കഥ മാത്രമായിരിക്കാം ക്രാംപസിൻ്റേത്. അതുകൊണ്ട് തന്നെ ക്രാംപസ് ഒരു ദുഷ്ടജീവിയല്ല. അവൻ്റെ കഥ ഒരു പാഠം കൂടിയാണ്, ഒരു നല്ല ഗുണപാഠം. എങ്കിലും അതിനെല്ലാം അപ്പുറം ക്രാംപസ് എന്നതൊരു സത്യമാണെങ്കിൽ അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ വീടിന് പുറത്ത് ചങ്ങലയുടെ ശബ്ദം കേട്ടാൽ ഒന്ന് പുറത്തേക്ക് നോക്കണം. അപ്പോൾ ഇരുട്ടിൽ അകലെയായി അവൻ്റെ ഭീകര രൂപം കാണും. ക്രിസ്മസിൻ്റെ ഇരുണ്ട ക്രാംപസിൻ്റെ രൂപം.